നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയും ഞെട്ടിക്കുന്നതുമായിരുന്നു യുഎഇയിലെ ഷാർജയിൽ മലയാളി യുവതി കുഞ്ഞിനെയും വലിച്ചെറിഞ്ഞ് ആത്മഹത്യ ചെയ്ത സംഭവം. കണ്ണൂർ അഴീക്കോട് പുതിയകാവ് സ്വദേശിനി ആർഷ, ഏകമകൾ ഹൂറി എന്നിവരാണ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് മരിച്ചത്. ഷാർജ നിവാസികളെ നടുക്കുന്ന സംഭവമായി ഇത് മാറുകയും ചെയ്തു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ആർഷ ഈ കടും കൈ ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യുവതിയുടെ ബന്ധുക്കളിൽ പലരും ഷാർജയിൽ തന്നെ താമസമുണ്ട്. ഇവരെല്ലാം ദുരിതത്തിന്റെ നടുക്കത്തിലുമാണ്. ഷാർജ അൽ നഹദിയയിലെ സഹാറ മാളിന് സമീപമുള്ള ഒരു ഹൈറൈസ് റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ 15ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് മകളെ താഴേക്ക് എറിഞ്ഞ ശേഷം ആർഷയും പുറകെ ചാടി ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന വിവരം. ബുധനാഴ്ച രാവിലെയാണ് പ്രവാസകരയെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരനും പരിസരവാസികളും രാവിലെ വലിയൊരു ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത്. കുട്ടിയുടെ ശരീരം റോഡിലും അർഷിതയുടെ ശരീരം നടപ്പാതയിലുമാണ് വീണ് കിടന്നത്. 32 നിലകളുള്ള ഈ വലിയ ടവറിന്റെ 15ാം നിലയിലാണ് കുടുംബം താമസിച്ചിരുന്നത്. എങ്കിലും താഴത്തെ 6 നിലകൾ പാർക്കിങ്ങിനായി മറ്റൊരു നില ഈ ജിംനേഷ്യത്തിനുമായി നീക്കിവെച്ചതിനാൽ 22ാം നിലകൾക്ക് മുകളിൽ നിന്നുള്ള ഉയരത്തിൽ നിന്നാണ് ഇരുവരും താഴേക്ക് പതിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണപ്പെട്ടിരുന്നു. വിവരമറിഞ്ഞ് ഷാർജ പോലീസും ആംബുലൻസും സ്ഥലത്തെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിച്ചത്. ഉടൻ തന്നെ പോലീസിനെയും ആംബുലൻസിനെയും വിവരം അറിയിക്കുകയും ചെയ്തു. സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശം പൂർണ്ണമായും വളഞ്ഞ് പരിശോധനകൾ നടത്തിയ ശേഷം മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. ദുബായിൽ എയർക്രാഫ്റ്റ് റിസോഴ്സ് അലോക്കേഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന ഭർത്താവ് നിഹാലിനൊപ്പം വർഷങ്ങളായി ഷാർജ അൽ നഹദിയയിലെ സഹാറ മാളിന് സമീപമുള്ള ഫ്ളാറ്റിലായിരുന്നു ആർഷയുടെ താമസം. വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായ ഈ ദമ്പതികൾ കഴിഞ്ഞ 7 വർഷത്തിലേറെയായി ഇതേ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. ആർഷ സ്വന്തമായി ഒരു ഓൺലൈൻ ബിസിനസ്സും നടത്തിവരികയാണ്. ഇവരുടെ ബന്ധുക്കളിൽ പലരും യുഎഇയിൽ തന്നെയുണ്ട്. ആർഷയുടെ സഹോദരിയുടെ കുടുംബം ഇതേ കെട്ടിടത്തിലെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലും ഭർത്താവിന്റെ പിതാവും സഹോദരന്റെ കുടുംബവും സമീപ പ്രദേശങ്ങളിലുമാണ് താമസിക്കുന്നത്. ദുരന്തം നടക്കുന്നതിന് തലേ ദിവസം രാത്രി ഈ ഫ്ളാറ്റിൽ കടുത്ത കുടുംബ വഴക്ക് നടന്നിരുന്നതായും വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നതായും അയൽവാസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ഭാര്യയ്ക്ക് ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സംഭവത്തിന് മുമ്പ് ഭർത്താവ് കെട്ടിടത്തിലെ സെക്യൂരിറ്റിയോട് പറഞ്ഞിരുന്നതായും സൂചനയുണ്ട്. നിലവിൽ കേസ് ആത്മഹത്യയായി രജിസ്റ്റർ ചെയ്ത് തുടർ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറിയതായി ഷാർജ പോലീസ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി യുവതിയുടെ ഭർത്താവ് നിഹാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അഴീക്കോട് സ്വദേശി TK പുരുഷോത്തമൻ, ഗീത ദമ്പതികളുടെ മകളാണ് മരിച്ച ആർഷ. ബന്ധുക്കൾ തൊട്ടടുത്തുണ്ടായിട്ടും ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായത് പ്രവാസി മലയാളി കൂട്ടായ്മകളെ വലിയ രീതിയിൽ ഞെട്ടിച്ചു. പ്രവാസികൾക്കിടയിലെ കുടുംബ പ്രശ്നങ്ങളും മാനസികാരോഗ്യ സമ്മർദ്ദങ്ങളും വീണ്ടും വലിയ ചർച്ചയായി മാറുകയാണ്.